ഹായ് നമസ്കാരം, ഞാൻ ഔഷാദ് ഇബ്രാഹിം. ലോകമെമ്പാടുമുള്ള മദ്യപാനത്തെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് വിശദവും സമഗ്രവുമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി WHO രൂപം കൊടുത്ത ഒരു സംരംഭമാണ് ദ ഗ്ലോബൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓൺ ആൽക്കഹോൾ ആൻഡ് ഹെൽത്ത്. അത് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം പ്രതിവർഷം 2.6 മില്യൺ ആളുകൾ മദ്യപാനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം മരണമടയുന്നുണ്ട്. ഒരു വ്യക്തി മദ്യം കഴിക്കുമ്പോൾ അത് ചെറുകുടലിലൂടെയും ആമാശയത്തിലൂടെയും വളരെ പെട്ടെന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ശരീരത്തിന്റെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ആൽക്കഹോൾ തലച്ചോറിലേക്ക് വിവരങ്ങൾ കൈമാറുന്ന അസ്റ്റൈൽ കൊളിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ തളർത്തി തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്നു. വിവേകപൂർവ്വം തീരുമാനമെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുകയും ശരീരത്തിന്റെ ചലനഗതിയുടെ നിയന്ത്രണം ഇല്ലാതാക്കി പ്രതികരണശേഷി മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്ന് തോന്നിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ ഡോപ്പമിന്റെ ഉൽപാദനം മദ്യം കഴിക്കുന്നതിലൂടെ താൽക്കാലികമായി വർദ്ധിക്കുന്നു. അതിനാൽ മദ്യപിക്കുന്ന ആളുടെ മദ്യപിക്കുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ സന്തോഷമായിരുന്നാലും സങ്കടമായിരുന്നാലും മദ്യപിച്ചതിന് ശേഷം ഒരു കൃത്രിമമായ സന്തോഷത്തിലേക്കും ഉല്ലാസത്തിലേക്കും അയാൾ എത്തുന്നു. തുടക്കത്തിൽ വളരെ ആനന്ദകരമായി തോന്നുമെങ്കിലും